ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിയസ് അല്ലെങ്കിൽ അഭിമാനമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഡോക്ടർ സോമവീർ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കക്കാരക്കുളം. ഈ സ്ഥാപനം ഒരു സമൂഹത്തിന് വളരെയധികം പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, കന്യാകുമാരി ഡിസ്ട്രിക്റ്റും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിനുമുള്ള രോഗികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന സ്ഥാപനമാണ്. ഏകദേശം 800 അതിൽ കൂടുതലോ ബെഡുള്ള ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ 150 MBBS സീറ്റും അനേകം മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസും നഴ്സിംഗ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും അനേകം പാരാമെഡിക്കൽ കോഴ്സസും നടന്നു വരുന്നു. ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സ്ഥാപനം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നല്ല പ്രയോജനം ചെയ്യുന്നതായിട്ടുള്ള ഈ സ്ഥാപനം അത് ഉണ്ടാക്കുവാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ, ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത് എങ്ങനെയെന്നറിയാതെ അതിനെ നശിപ്പിക്കാനായിട്ടുള്ള പോലെ ഉള്ള ഒരു നീക്കങ്ങൾ പലരുടെയും നമ്മുടെ സഭയുടെ അകത്തുള്ള ആളുകളിൽ നിന്ന് വരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതെനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്നു. കാരണം ഞാൻ ഇതിന്റെ ഫൗണ്ടർ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അത് സ്ഥാപിച്ച പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ ഞാൻ ഒരു 12 വർഷത്തോളം എൻ്റെ എല്ലാ എഫേർട്ടും അവിടെ ഇട്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കാൻ ഞാൻ സഹായിച്ച സ്ഥാപനമാണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ പ്രയാസം തോന്നുന്നത്. ഞാനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ സ്ഥാപനം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? 1986 ഇത് 6 ബെഡ് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. 4 സ്റ്റാഫ് മാത്രമുള്ള ഹോസ്പിറ്റലായിരുന്നു. 10 രോഗികൾ മാത്രം ഒപ്പിയിൽ വരുന്ന ഒരു ആശുപത്രിയായിരുന്നു. അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സൗത്ത് കേരള മെഡിക്കൽ മിഷൻ തീരുമാനിക്കുകയും അത് കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. ഈ സമയത്താണ് ബിഷപ്പ് യേശുദാസന്റെ ആഹ്വാനപ്രകാരം CMC വെല്ലൂരിൽ നിന്നും മെഡിസിൻ പാസ്സായി വന്ന ഡോക്ടർ ബെനറ്റ് എബ്രഹാം ഈ ആശുപത്രിയുടെ ഈ ഏറ്റവും മോശമായ നിലയിലുള്ള ആശുപത്രിയുടെ ചാർജ് ഏറ്റെടുത്തത്. അത് തൊട്ടങ്ങോട്ട് പിന്നെ വളർച്ചയായിരുന്നു ആശുപത്രിക്ക്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ഡോക്ടർ ജമീലയും അവിടെയുള്ള പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് മുഴുവൻ സമയവും ത്യാഗപൂർണമായ സേവനം നടത്തി. കൂടാതെ മറ്റ് ജൂനിയർ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുകയും അവരെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് വെല്ലൂർ അയച്ച് പഠിപ്പിച്ച് അങ്ങനെ എല്ലാ സ്പെഷ്യാലിറ്റിയിലെയും ഡോക്ടർമാരവിടെ ഉണ്ടാകുകയും ചെയ്തു. ഈ ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടാകാൻ ധാരാളം ധനം ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് ഡോക്ടർ ബെനറ്റിൽ ലോകം മുഴുവൻ അന്വേഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒടുവിൽ ഒരു നോർത്ത് അമേരിക്കയിലെ ആൽബിൻ എന്ന സ്ഥലത്തുള്ള ഒരു ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും ഒരു ടീമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുകയും അവർ നമ്മെ സഹായിക്കാൻ മുമ്പോട്ട് വരികയും ചെയ്തു. ആ ടീമാണ് ഇവിടെ കായക്കോണത്ത് വന്ന് അവിടെ അനേകം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഉണ്ടാക്കുകയും ചാപ്പൽ ഉണ്ടാക്കുകയും ചെയ്തു. അനേകം കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി അനേകം മെഡിക്കൽ ഉപകരണങ്ങൾ അവർ നമുക്ക് തന്നു. അങ്ങനെ അതൊരു പ്രധാന വഴിത്തിരിവായിരുന്നു. ഈ ആൽബനി ടീമുമായിട്ടുള്ള സഹകരണം വളരെയധികം പുരോഗമിച്ചു നമ്മുടെ ആശുപത്രി. അങ്ങനെ ഇരിക്കവെയാണ് അപ്പോൾ 1999 ആയപ്പോഴത്തേക്കും ഈ ആശുപത്രി 6 ബെഡുള്ള ആശുപത്രിയിൽ നിന്ന് 30 ബെഡുള്ള ആശുപത്രിയായിട്ട് വളർന്നു. അപ്പോൾ ദൈവകൃപ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിൽ മെഡിക്കൽ കോളേജസ് തുടങ്ങാം എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അതുവരെയും ഇവിടെ ഒന്നും അനുവദിക്കില്ലായിരുന്നു, ഗവൺമെൻറ് കോളേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഡോക്ടർ ബെനറ്റിൻ്റെ മനസ്സിൽ ആ ചിന്ത ഉദിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് സെറ്റപ്പ് ചെയ്തുകൂടാ? നമുക്ക് 300 ബെഡുള്ള ആശുപത്രി ഉണ്ടല്ലോ. അപ്പം തൊട്ട് തിരുമേനി അന്ന് ഗ്ലാഡ്സൺ തിരുമേനിയുടെ സഹകരണത്തോടെ മറ്റു ഡയസിസ് അംഗങ്ങളുടെ സഹകരണത്തോടെ ആദ്യം തൊട്ടേ നല്ലതായിട്ട് പരിശ്രമിച്ച്
ഈ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അപ്പം കൂടുതലായിട്ട് സെറ്റപ്പ് ചെയ്തു. അപ്പോഴും നമുക്ക് ധാരാളം ധനം ആവശ്യമായിരുന്നു. വലിയ ലോണൊക്കെ ബാങ്കുകളിൽ നിന്ന് അനേകം കോടികൾ നമ്മൾ ലോണായിട്ടെടുത്തു. പിന്നെ കുറേ ലോക്കലായിട്ടൊക്കെ കളക്ഷൻസ് എടുത്തു. ഇതെല്ലാം കൊണ്ട് ഈ സ്ഥാപനം ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മൾ സെറ്റപ്പ് ചെയ്തു. നമ്മൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ മെഡിക്കൽ കൗൺസിലിൽ നിന്നും ഇൻസ്പെക്ഷന് വന്നു. അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. അവർ LOP അല്ലെങ്കിൽ ലെറ്റർ ഓഫ് പെർമിഷൻ, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള പെർമിഷൻ അവർ നമുക്ക് തന്നു. അത് നമുക്ക് ലഭിച്ചത് 2002 ഒക്ടോബറിലാണ് ലഭിച്ചത്. അപ്പം നമ്മൾ 2002 ഡിസംബർ ആയപ്പോൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയും ക്ലാസ് തുടങ്ങുകയും ചെയ്തു നമ്മൾ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു തുടക്കം മാത്രമാണ്. ഇപ്പം ഒരുപാട് കഷ്ടപ്പാടുകൾ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പോലെ രാത്രിയും പകലും ഡോക്ടർ ബെനറ്റ് ആ ക്യാമ്പസിൽ തന്നെ ഇരുന്നാണ് വർക്ക് ചെയ്തത്. ഞങ്ങൾ അപ്പോഴത്തേക്കും ഫാക്കൽറ്റി പ്രിൻസിപ്പലിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു. അത് എന്നെ പ്രിൻസിപ്പലായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോയിൻറ്റ് ചെയ്തു. അത് 2001 തന്നെ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ കുറേ പ്രൊഫസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു. എല്ലാവരും കൂടെ രാത്രിയും പകലും പണി ചെയ്താണ് എല്ലാം സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഏതായാലും നമുക്ക് അനുവാദം കിട്ടി. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. ആദ്യം ഒരു LOP കിട്ടിയോണ്ട് മാത്രം മെഡിക്കൽ കോളേജ് ആകത്തില്ല. ഓരോ വർഷവും 5 വർഷത്തേക്ക് മെഡിക്കൽ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷൻ വരും. അപ്പോൾ എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ അനേകം പുതിയ കെട്ടിടങ്ങൾ, പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അനേകം കൂടുതൽ ബെഡ്സ്, അനേകം എക്യുപ്മെൻറ്റ്സ്, അനേകം ഫാക്കൽറ്റി, ഇതെല്ലാം ഫാക്കൽറ്റി മാത്രമല്ല അനേകം നഴ്സുമാർ, ടെക്നീഷ്യന്മാർ, ഇങ്ങനെ എല്ലാ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എല്ലാം നമുക്ക് വേണമായിരുന്നു. ഇതെല്ലാം ഓരോ വർഷവും നമ്മൾ ക്രമേണ സെറ്റപ്പ് ചെയ്തു. ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി വരികയാണ്. നമ്മൾ ഇത്ര ആക്കിയെടുത്തു അതിനെ. അപ്പം 2008 നമുക്ക് ഈ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് മെഡിക്കൽ കോളേജ് നടത്താനുള്ള നമ്മളുടെ ഡിഗ്രിയെ അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടി. യൂണിവേഴ്സിറ്റിയുടേതും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നമുക്ക് 2008 കിട്ടിയത്. ഇനി അത് അവിടെയും നിന്നില്ല. ഡോക്ടർ ബെനറ്റ് പിന്നെയും ഹീസ് എ മാൻ ഓഫ് വിഷൻ. എങ്ങനെ ഒരു ക്രാന്തദർശിയും ഒരു ഭാവിയെപ്പറ്റി നല്ല ലക്ഷ്യബോധവും എല്ലാം മാത്രമല്ല എല്ലാത്തിനും പറ്റി നല്ല അറിവും ഉണ്ടായിരുന്നു. നമ്മുടെ വെല്ലൂർ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ്. തികഞ്ഞ ദൈവവിശ്വാസം, എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഈ മെഡിക്കൽ കോളേജ് MBBS കോഴ്സിന് 100 കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ 150 സീറ്റിന് ട്രൈ ചെയ്തു, അത് കിട്ടി. പിന്നെ ക്രമേണ PG കോഴ്സസിന് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത്, പിന്നെ നഴ്സിങ്ങും അതിൻ്റെ PG കോഴ്സും പിന്നെ എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും അവിടെ ഉണ്ട്. എന്ത് വേണം എല്ലാ പാരാമെഡിക്കൽ കോഴ്സും അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനെ വളർത്തി എടുത്തതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റും ഞാൻ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനെ ഞാൻ പറയുള്ളൂ. എനിക്ക് എല്ലാവരും ജോലി ചെയ്തു, പക്ഷേ ഞങ്ങളെല്ലാവരും അനേകം പേര് ജോലി ചെയ്തു. പക്ഷേ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഡോക്ടറിനാണ് കിട്ടേണ്ടത്. കാരണം അതിൻ്റെ എല്ലാ ഐഡിയയും ഓരോ സ്റ്റെപ്പും ഡൽഹിയിൽ എത്ര പ്രാവശ്യം ഡൽഹിയിൽ പോയി കാണും ഇതൊക്കെ ശരിയാക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാപനം, ഇത്ര വലിയൊരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഇനി എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഇതൊന്നും ഇത്ര സ്മൂത്തായിട്ടല്ല എല്ലാം പോയത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്ലാഡ്സൺ തിരുമേനി പറയും, നമ്മൾ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയും. വളരെ ശരിയാണ്. എത്രയോ തടസ്സങ്ങളുണ്ടായി. പക്ഷേ എനിക്ക് വളരെ ദുഃഖമുണ്ട് അത് പറയാനായിട്ട്. പുറത്തുള്ള ആരടുത്തൊന്നുമല്ല കിട്ടിയത്. പുറത്തുള്ള മറ്റ് സമുദായക്കാരോ മറ്റ് റിലീജിയൻ ആൾക്കാരോ ഒന്നുമല്ല, നമ്മുടെ സഭയിലുള്ളവർ തന്നെയാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എനിക്കത് ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ആദ്യം രോഗികളെ അവിടെ വരാൻ സമ്മതിക്കാത്തവർ ആളുകൾ ബ്ലോക്ക് ചെയ്തു. പേഷ്യൻസിന്, നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ തല്ലി ഓടിക്കും എന്ന് വരെ പറഞ്ഞു. നമ്മളെ സഭക്കാർ, വേറെ ആരുമില്ല.
പിന്നെ ഇതെല്ലാം ഏറ്റവും ഭീകരം വെച്ചാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓരോ പ്രാവശ്യം ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവരെല്ലാം ഉണ്ടെന്ന് കണ്ടിട്ട് പോയാണ് നമുക്ക് അനുവാദം തരുന്നത്. ഇവിടെ നിന്നും നമ്മുടെ പള്ളിക്കാർ തന്നെ MCAക്ക് അനേകം ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, അനേകം എഴുത്തുകൾ. ഇവിടെ അതില്ല ഇതില്ല കൊടുക്കരുത്. അത് ഈ സ്ഥാപനത്തിനകത്തുള്ള HODകൾ, ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രിൻസിപ്പൽ എന്ന ലെറ്റേഴ്സിൻ്റെ കോപ്പി വരെ അവർ സംഘടിച്ച് അതും കൂടെ വെച്ചാണ് അവർ മെഡിക്കൽ കൗൺസിലിന് എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അനേകം പ്രാവശ്യം ഇൻസ്പെക്ഷൻ അതിൻ്റെ പേരിൽ അത് ശരിയാക്കാൻ അനേകം പ്രാവശ്യം ഡൽഹി ട്രിപ്പും ഒക്കെ എനിക്കും ഡോക്ടർ ബെനറ്റിനും ആണ് കൂടുതൽ. ഇതെല്ലാം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ നമ്മുടെ സഭക്കാർ തന്നെ ഇതുകൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഇത്രയും നല്ല ഒരു സ്ഥാപനം നമ്മുടെ സമുദായത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിനൊട്ടാകെ നമ്മുടെ എത്ര ഡോക്ടർമാരും എത്ര നഴ്സുമാരും എത്ര പാരാമെഡിക്കൽ എംപ്ലോയീസ് ആൾക്കാരും പാസ്സായി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് സ്വപ്നം കാണാൻ പോലും പണ്ട് പറ്റൂലായിരുന്നു ഈ കാര്യം. അപ്പോൾ അത്രയും സ്ഥാപനത്തിന് അതിന് നമുക്ക് മുമ്പോട്ട് പോകണം, വളരെ മുമ്പോട്ട് പോകണം. നമ്മളെ ഈ മറ്റുള്ള മെഡിക്കൽ കോളേജസ് നമ്മളെ കളിയാക്കിക്കൊണ്ട് ചക്കര കോളേജ് എന്നാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മളെ വെച്ചത് നമ്മളാണ് അത്രയും ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നത്. നമ്മളത് ഇതിനെയും മുമ്പോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഒരിക്കലും അതിനെതിരായിട്ടുള്ള ആരും നിൽക്കരുതേ എന്ന് അഭ്യർത്ഥനയുള്ളൂ. നമ്മളെല്ലാം ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നവരാണ്. ക്രൈസ്റ്റ് പഠിപ്പിച്ച എങ്ങനെയോ അതുപോലെയാണ് നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാതെ ഇപ്പോൾ നമ്മൾ തോന്നിയമായ ചെയ്ത് നല്ലൊരു സ്ഥാപനം നശിപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കരുതേ എന്ന് എല്ലാവരോടും ഞാൻ വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.